ദൈവത്തിന്റെ പരിശുദ്ധമായ നാമവും ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാഗതിയിൽ ചെന്ന ചിന്ത യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യാക്കോബ് കഷ്ടത അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കണമെന്നും അവൻ പ്രാർത്ഥിക്കേണ്ട ചില മേഖലകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് ഏലിയാവെന്ന ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനെ ആദരിച്ച് വിടുവിച്ചുവെന്നും, ചില വിടുതലുകൾ ഏലിയാവിന്റെ ജീവിതത്തിൽ നടക്കുവാൻ, ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ നടക്കുവാൻ കാരണം പ്രാർത്ഥനയായിരുന്നുവെന്നും, ഏലിയാവിന്റെ ജീവിതം ഉദാഹരിച്ചുകൊണ്ട് പ്രബോധിപ്പിക്കുന്ന ഒരു പ്രബോധനമാണ് നമ്മൾ വായിച്ച ഈ വേദഭാഗത്ത് നിന്നും ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നു. യാക്കോബിന്റെ ലേഖനം 5-13 തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കഷ്ടത അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ഒന്നാമത്, ഒരു മനുഷ്യൻ കഷ്ടതയിലൂടെ പോകുമ്പോൾ അവൻ മറ്റുള്ളവരോട് തൻ്റെ കഷ്ടതയെക്കുറിച്ച് പറഞ്ഞ്, അല്ലെങ്കിൽ തൻ്റെ അപമാനത്തെക്കുറിച്ച് പറഞ്ഞ്, തൻ്റെ ദുഃഖത്തെക്കുറിച്ച് പറഞ്ഞ് ഇരിക്കുന്നതിലുപരി അവൻ വ്യക്തിപരമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഒരു സംഭാഷണമാണ്, ദൈവവും താനും സംഭാഷിക്കുന്ന സംഭാഷണം. രണ്ടാമതായിട്ട് യാക്കോബ് പറയുകയാണ്, കഷ്ടത അനുഭവിക്കുന്നവൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കുക മാത്രമല്ല, അവൻ മൂപ്പന്മാരെ വരുത്തി പ്രാർത്ഥിക്കും. അതിൻ്റെ അർത്ഥം ഒരു കൂട്ടായ്മ, ഒരു ഫെലോഷിപ്പ്, അല്ലെങ്കിൽ കൂട്ടായി പ്രാർത്ഥിക്കുക എന്നത് അവിടെ രേഖപ്പെടുത്തിയിരിക്കും. അടുത്തിടെ മറ്റൊരു തലം, ഹല്ലേലൂയ സ്തോത്രം, അവിടെ എഴുതിയിരിക്കുന്നത് ഒരു മനുഷ്യൻ രോഗിയായിരിക്കുന്നുവെങ്കിൽ പലപ്പോഴും കഷ്ടതയും രോഗവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. യോബിന്റെ ജീവിതമൊക്കെ നമുക്കറിയാം. എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ എന്നൊരു പദത്തോടെ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമത്തിൽ എണ്ണ പൂശി പ്രാർത്ഥിക്കുക, അങ്ങനെ ഒരു തലമുണ്ട് ദൈവം. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക എന്ന്. പ്രാർത്ഥനയുടെ ഒരു തലമാണ്. ഓരോ തലങ്ങളെ കുറിച്ച് അവിടെ പറയുന്നു. വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക. കേവലം പ്രാർത്ഥിക്കുന്നത് ഒരു ഫോൺ കോളിന്റെ ഇപ്പുറത്ത് ഇപ്പാകത്ത് നിന്ന് ഒരുവൻ സംസാരിക്കുന്നു, അപ്പുറത്ത് പ്രാർത്ഥന കേൾക്കുവാൻ അവൻ്റെ ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യം. അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു പരസ്പരം സംസാരിക്കുന്ന സംഭാഷണം. ഇപ്പുറത്തെ തലത്തിൽ നിന്നുകൊണ്ട് ഫോണിൽ സംസാരിക്കുന്ന ഒരാൾ അപ്പുറത്തെ തലത്തിൽ കേൾക്കുന്നത് പോലെ ഹോവയായ ദൈവം അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും, മറ്റൊന്നുകൂടെ കേൾക്കുക മാത്രമല്ല, അവൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി കൊടുക്കുകയും, ഹല്ലേലൂയ, അതിൽ അവനെ ഉദ്ധരിക്കുകയും ചെയ്യുന്ന ഒരാളോട് അവൻ പറയുന്നു എന്നുള്ള ധൈര്യം. ഇതൊക്കെയാണ് വിശ്വാസത്തിന്റെ തലം. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥി. അടുത്ത പദം നമ്മൾ കാണുന്നത് പാപങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാൻ. അർത്ഥം, ഒരു മനുഷ്യൻ പാപം ചെയ്ത് സ്തോത്രം ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്, അതാണ് അവനെ കഷ്ടതയിലേക്ക് നയിച്ചതെങ്കിൽ, അല്ല, ഒരു മനുഷ്യൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന പന്താവിലേക്ക് വരാതെ അവൻ ദൈവത്തോട് മറുതലിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പാവമായി കണക്കാക്കപ്പെടാം. എന്ന് വെച്ചാൽ അവൻ ദൈവമായി അകന്നു നിൽക്കുകയാ, ദൈവത്തിന്റെ മനസ്സുമായി അകന്നു നിൽക്കുകയാ, അതിലേക്കൊന്ന് യോജിക്കണം. അതുകൊണ്ട് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നൊരു പ്രാർത്ഥനയുടെ തലമുണ്ട്. വീണ്ടും നമ്മൾ കാണുന്ന ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുക. ഈ തലങ്ങളെല്ലാം പ്രാർത്ഥനയിൽ ഉള്ള തലങ്ങൾ. ഇതൊക്കെ യാക്കോബ് അനുഭവിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തിട്ടാണ് യാക്കോബ് പ്രൈസ് ദി ലോർഡ് ഏലിയാവ് എന്ന് പറഞ്ഞ മനുഷ്യനിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്
കഷ്ടതയെ അനുഭവിക്കുന്നവൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയിലൂടെ അവൻ ആ കഷ്ടതയെ അതിജീവിക്കുവാനായിട്ട് കഴിയും, ആ പ്രശ്നത്തെ അതിജീവിക്കുവാനായിട്ട് കഴിയും, ആ പ്രതികൂലത്തെ അതിജീവിക്കുവാനായി കഴിയും. ഇതാണ് യാക്കോബിന്റെ സന്ദേശം. എന്നാൽ നമ്മൾ ഈ വായിച്ച വേദഭാഗത്തിൽ നമ്മൾ കാണുന്നത് എലിയാവ് എന്ന മനുഷ്യൻ വീണ്ടും പ്രാർത്ഥിച്ചു വന്ന്. വീണ്ടും പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന അർത്ഥം തുടർമാന പ്രാർത്ഥനയെ കാണുന്നത്. ഒന്ന് പ്രാർത്ഥിച്ച് നിർത്തി എന്നുള്ളതല്ല, വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുവാൻ നമുക്കൊരു പ്രബോധനം അല്ലെങ്കിൽ നമുക്കൊരു ഉത്തേജനം, വീണ്ടും പ്രാർത്ഥിക്കുക. രണ്ടാമതായിട്ട് എലിയാവിനെ കുറിച്ച് കാണുന്നത് വീണ്ടും പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. എന്നുവെച്ചാൽ സാധാരണക്കാരനായ നമ്മെ പോലെ ഒരു മനുഷ്യൻ, മജ്ജയും മാംസവും വികാരവും വിചാരവും ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ്. എന്നാൽ അദ്ദേഹത്തെ അസാധാരണക്കാരനായി, അസാമാന്യ വ്യക്തിയായി ഒക്കെ കാണാനിടയായി തീർന്നത് അദ്ദേഹത്തിന് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഏത് സാധാരണക്കാരനും പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ആളൊന്നും നമുക്ക് ആവശ്യമില്ല. അല്ലെങ്കിൽ ഈ ആൾക്ക് മാത്രമേ പ്രാർത്ഥിക്കാവുന്നല്ല, ഏത് മനുഷ്യനും പ്രാർത്ഥിക്കാം. നീ പ്രാർത്ഥിക്കുമ്പോഴാണ് നീ മാറുന്നത്, നിന്റെ വിഷയം മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റൊന്നുകൂടെ നമ്മൾ ആ വിഷയത്തിൽ കാണുന്നു, എലിയാവ് പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, അവൻ പ്രാർത്ഥിച്ച വിഷയം നടന്നു എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥന ആ വ്യക്തിയെ മാറ്റും. ഏലിയാവിന്റെ ചരിത്രം മാറ്റിയത്, ഏലിയാവിന്റെ ഒരു വ്യക്തിയെ നാം അറിയപ്പെട്ടത് അവന്റെ പ്രാർത്ഥനയിലൂടെയാണ്. രണ്ട്, പ്രാർത്ഥന സാഹചര്യം മാറ്റും. ഹല്ലേലൂയ. മഴ പെയ്യാതെ ആകാശം അടച്ചു. ഏലിയാവ് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു, ധാന്യം വിളഞ്ഞു. ഇസ്രായേൽ മക്കൾ എല്ലാം വിചാരിച്ചുകൊണ്ടിരുന്നത് അശേരയും ബാലുമൊക്കെയാണ് അവരുടെ വർധനവിനും വിളവിനും ഒക്കെ കാരണമെന്ന്. ബാല് മഴ കൊടുക്കുന്നു, അശേര വിളവും വർധനവും കൊടുക്കുന്നുവെന്ന്. ഇതല്ല എന്ന് സ്ഥാപിക്കുന്നത് ഏലിയാവിലൂടെ ആ പ്രവൃത്തി ദൈവം ചെയ്തെടുത്തത് ഏലിയാവിന്റെ പ്രാർത്ഥനയായിരുന്നു എന്നാണ് യാക്കോബ് പറയുന്നത്. അതുകൊണ്ട് ഇത് സാധാരണക്കാരനും പ്രാർത്ഥിക്കാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രാർത്ഥന സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അതിപ്രധാനമായ കാര്യം. ഈ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കും. എലിയാവിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയും പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവിന്റെ മുമ്പാകെ നമുക്ക് ധൈര്യത്തോടെ പ്രാർത്ഥിക്കാം. എലിയാവ് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, അത് നമ്മൾക്കെല്ലാം ഒരു ദൃഷ്ടാന്തത്തിനായി ആ വ്യക്തിയെ അറിഞ്ഞ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചുവെന്ന് ബോധ്യം വരുമാറ് ഇസ്രായേൽ മുഴുവൻ അവനെ അറിയപ്പെടുന്ന നിലവാരത്തിൽ അവന്റെ ജീവിതം മാറ്റിയ ഒരു പ്രാർത്ഥന. അങ്ങനെയെങ്കിൽ നമ്മുടെ വിഷയത്തിന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ, സമൂഹപരമായ വിഷയത്തിൽ, ചിലരുടെ വിഷയങ്ങളിൽ ഉദാഹരണമൊക്കെയായി തീരത്തക്ക രീതിയിൽ ദൈവ അത്ഭുതം ചെയ്യണമെങ്കിൽ നാം പ്രാർത്ഥിക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരെ കുറിച്ച് നമ്മൾ കാണും. വിശ്വാസത്തിൽ അത്ഭുതങ്ങൾ ചെയ്തവരാണ്, വിശ്വാസം കൊണ്ട് അത്ഭുതം ചെയ്തവരവർ. അവരും സാധാരണക്കാരെ മനുഷ്യരായിരുന്നു, പക്ഷേ അവരെ അസാധാരണക്കാരാക്കിയത് വിശ്വാസം. ദൈവത്തിൽ ആഴമേറിയ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അവർ വിശ്വാസമില്ലായിരുന്നെങ്കിൽ, അവരിൽ നിന്ന് വിശ്വാസം എടുത്തു കളഞ്ഞിരുന്നെങ്കിൽ നമ്മെ പോലെ ഒരാളായിരുന്നു. അസാധാരണമായ അവർ വിശ്വാസമാണ് അവരെ അസാധാരണക്കാരാക്കിയത്. അതുകൊണ്ട് ഇന്ന് ഈ പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നവൻ അസാധാരണക്കാരനായ മനുഷ്യന്മാർ.
വിശ്വസിക്കുന്നവൻ അസാധാരണക്കാരനായ ഒരു മനുഷ്യനായി മാറും. കർത്താവിനോട് പ്രാർത്ഥിച്ച് കർത്താവിൽ വിശ്വസിച്ച് കഷ്ടതയെ അതിജീവിക്കുവാൻ കർത്താവ് വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ. ചിലരെ ആ മേഖല ഉത്തേജിപ്പിക്കട്ടെ, ചിലർക്ക് അത് ധൈര്യം പകരട്ടെ. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഏലിയാവെന്ന സാധാരണക്കാരനെ മനുഷ്യൻ അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങ് ആ വ്യക്തിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു എന്ന് നിങ്ങൾ വായിച്ചു. അങ്ങനെയെങ്കിൽ കഷ്ടതയുടെ, കണ്ണുനീരിന്റെ, ദുഃഖത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ജനത്തെ പ്രാർത്ഥനയിലേക്ക് അത് നയിക്കുവാനിടയാകണം. അത് പിന്മാറ്റത്തിലേക്ക്, പുറകോട്ട് പോകുന്നതിലേക്കല്ല, പ്രാർത്ഥനാ മുറിയിലേക്ക് നയിക്കുവാനിടയാകുകയും അതിൽ ആ വ്യക്തിക്ക് മാത്രമല്ല, ആ സാഹചര്യത്തിന് മാത്രമല്ല, അനേകർക്ക് ഉദാഹരണം പറയത്തക്ക രീതിയിൽ അത് അത്ഭുത സംഭവങ്ങളാക്കി മാറ്റി ജനത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ചിലർക്ക് പ്രാർത്ഥന, വീണ്ടും പ്രാർത്ഥിക്കുവാൻ ഒക്കെ ധൈര്യം പകരുന്ന ഒരു ഉത്തേജകരമായ ഒരു വ്യക്തിയായി ഏലിയാവിനെ മാറ്റിയതുപോലെ ഞങ്ങളെയും മാറ്റത്തക്ക രീതിയിൽ പ്രാർത്ഥന മനുഷ്യരായി ഞങ്ങൾ ചിലരെ മാറ്റുവാൻ ഈ വചനങ്ങളുടെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേരുകയല്ലോ അപ്പ. അങ്ങത് കേൾക്കുന്നു, മറുപടി അയക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്. ഞങ്ങൾക്ക് ആഴ്ച ക്രിസ്തുവേശുവിന് തന്നെയുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രവിക്കണേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹീതമായൊരു ദിനം ദൈവജനത്തിന് തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. God bless you.